ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. എല്ലാ വശങ്ങളും ICC പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 11 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അന്തിമമായ തീരുമാനം മതി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത്. അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടത് വലുതാണോ? സന്ദർഭമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. സന്ദർഭത്തിനനുസരിച്ച് തീരുമാനം എടുക്കുക, ടൈമിലി ആക്ട് ചെയ്യുക. പിന്നെ എതിരാളികളെ അടിക്കാൻ വേണ്ടി കിട്ടുന്ന വടി ഏതാണെന്ന് നോക്കിയാൽ നല്ല വടി കൊണ്ട് അടിക്കുക, മോതിര കൈ കൊണ്ട് അടിക്കുക. എൻ്റെ ഈ മുഖത്ത് കാണുന്ന അടയാളം ഞാൻ തലക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ BJPക്കാർ പുറത്ത് നിന്ന് വന്ന് കൊണ്ട് ഇടിച്ചതാണ്. അതുകൊണ്ട് BJPയോടും RSS സംഘപരിവാര ശക്തികളോടും ഒരു കോംപ്രമൈസും ഇല്ല. അവരേത് തുരുപ്പുശിട്ടിട്ടാണോ കളിക്കാൻ വേണ്ടി വരുന്നത് അതിനെ ശക്തി ഉപയോഗിച്ച് തോൽപ്പിക്കുക എന്നുള്ളതാണ്. സംഘബലം മാത്രം പോരാ, ബുദ്ധിബലം കൂടി വേണം. രണ്ടും കൂടി ചേരുന്നതാണ് ഞങ്ങൾ 11 മണിക്ക് മുമ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന പുതിയ പ്രഖ്യാപനം. ലീഡറുടെ മകൾ BJPക്കാരിയായി നാട്ടിലെത്തുന്നതിന് മുമ്പേ ലീഡറുടെ മകൻ ഇവിടെ എത്തുമോ? അതിലേക്ക് ദൈവം കൊടുക്കും, ലീഡറും കൊടുക്കും. മണിക്കൂറുകൾ കഴിഞ്ഞാൽ കൊടുക്കും. ദൈവം കൊടുക്കും, ലീഡറും കൊടുക്കും, ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൊടുക്കും, കൂടെ UDFും കൊടുക്കും. കാത്തിരുന്നോളൂ, കൗണ്ട് ഡൗൺ. എന്തായാലും ലീഡറുടെ മകൾ പോയ വഴി ഒരു വൈകാരിക പാതയാക്കി മാറ്റാനാണ് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ തീരുമാനം. അടിക്കുമ്പോൾ മോതിര കൈകൊണ്ട് അടിക്കണം എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കുമെന്നാണ് ശ്രീ TN പ്രതാപൻ പ്രതികരിച്ചത്. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ആദിത്യനോമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.